വൈദ്യുതി ബോർഡ് അടുത്ത കാലത്തായി ജനങ്ങൾക്കെതിരാണ്. കഴിഞ്ഞ ദിവസം വൈദ്യുതി ബില്ല് അടച്ചില്ല എന്നതിൻ്റെ പേരിൽ വയനാട്ടിലെ ആദിവാസികളുടെ ലക്ഷക്കണക്കിന് വീടുകളിൽ വൈദ്യുതി കട്ട് ചെയ്തു. കോരിച്ചൊരിയുന്ന മഴ, കറണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന അവസ്ഥ. അപ്പോൾ രാത്രി മുഴുവൻ ഇരുട്ടിൽ കഴിയേണ്ട ഗതികേടിൽ വയനാട്ടിലെ ആദിവാസികൾ അകപ്പെടുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സങ്കല്പിക്കാൻ കഴിയുന്ന കാര്യമാണോ? വയനാട്ടിൽ നിന്ന് ആദ്യമായി ഒരു ആദിവാസി മന്ത്രി വന്ന് ഒരാഴ്ച തികയും മുമ്പാണ് പിണറായി സർക്കാർ ആദിവാസികൾക്ക് ഈ സമ്മാനം നൽകിയത്. ലക്ഷക്കണക്കിന് ആദിവാസികളാണ് കഴിഞ്ഞ ദിവസം ഇരുട്ടത്ത് കഴിഞ്ഞത്. കോടിക്കണക്കിന് രൂപയാണ് ഓരോ സർക്കാർ വകുപ്പുകളും വൈദ്യുതി ബോർഡിന് അടയ്ക്കാനുള്ളത്. വാട്ടർ അതോറിറ്റി ആയാലും മറ്റേത് സ്ഥാപനമായാലും കോടിക്കണക്കിന് രൂപയാണ് വൈദ്യുതി ബില്ല് കുടിശ്ശികയുള്ളത്. വ്യവസായ സ്ഥാപനങ്ങളുടെ കഥയും വ്യത്യസ്തമല്ല. വമ്പന്മാരായ വ്യവസായികളും സർക്കാർ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ വലിയ തുക കുടിശ്ശിക നൽകാനുള്ളപ്പോൾ ഫീസ് ഊരുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം സർക്കാർ അത്രയും വലിയ കുടിശ്ശിക വരുത്തിയാൽ വരുമാനം ഉണ്ടാക്കുന്ന വകുപ്പുകൾക്കെല്ലാം ഈ അടുത്ത കാലത്ത് നമ്മുടെ RTO ഓഫീസുകളിലെ വൈദ്യുതി വിച്ഛേദിച്ച ഒരുപാട് സംഭവങ്ങൾ പുറത്തു വന്നിരുന്നു. മോട്ടോർ വാഹന വകുപ്പും വൈദ്യുതി വകുപ്പും തമ്മിൽ പരസ്യമായ ഏറ്റുമുട്ടൽ തന്നെയുണ്ടായി. കാരണം അങ്ങനെ വൈദ്യുതി വിച്ഛേദിച്ചപ്പോൾ വൈദ്യുതി ബോർഡിൻ്റെ വാഹനങ്ങൾ പരിശോധിക്കുകയും പിടിച്ച് ഇടുകയും ചെയ്യുന്ന പരിപാടി മോട്ടോർ വാഹന വകുപ്പും കാണിച്ചു. അപ്പോൾ ആദിവാസിയെ സംബന്ധിച്ചിടത്തോളം പട്ടിണി കിടക്കുന്ന, ജീവിക്കാൻ പോലും വഴിയില്ലാത്ത, കൊച്ചു കൂരകളിൽ കഴിയുന്ന അവരുടെ വീടുകളിലെ വൈദ്യുതി വിച്ഛേദിച്ചത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക്, ആ വകുപ്പിന് അപമാനകരമാണ്. എന്തുകൊണ്ടാണ് വയനാട്ടിൽ അത്തരമൊരു കർക്കശമായ നടപടി വൈദ്യുതി ബോർഡ് സ്വീകരിച്ചത്? രാഹുൽ ഗാന്ധി അവിടെ നിന്ന് രണ്ടാം വട്ടവും 3.5 ലക്ഷത്തിലധികം വോട്ട് നേടിയതിൻ്റെ ശത്രുതയാണ്. അതേ രാഹുൽ ഗാന്ധി രാജിവെച്ച് വീണ്ടും അവിടെ മത്സരിക്കാനായിട്ട് പ്രിയങ്ക ഗാന്ധി വരുന്നതുകൊണ്ടാണ്. വോട്ടിൻ്റെ പേരിൽ ജനങ്ങൾ അകന്നുപോയി. അതുകൊണ്ട് ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കാനുള്ള നടപടികൾ എടുക്കും, തെറ്റുകൾ തിരുത്തും എന്ന് പറയുന്ന സർക്കാർ അവരെ ഇരുട്ടത്ത് നിർത്തിയിട്ടാണോ അവരെ അടുപ്പിക്കാൻ പോകുന്നത്? തീർച്ചയായും അതീവ ഗുരുതരമായ, അക്ഷന്തവ്യമായ ഒരു കുറ്റകൃത്യമാണ് വൈദ്യുതി ബോർഡ് കാണിച്ചത്. കാരണം പണമുണ്ടായിട്ട് വൈദ്യുതി ബില്ല് അടയ്ക്കാത്തവരല്ല ആദിവാസികൾ. അവരുടെ പ്രാരബ്ധങ്ങളിൽ, അവരുടെ കഷ്ടപ്പാടുകളിൽ വൈദ്യുതി ബില്ല് അടയ്ക്കപ്പെടാതിരുന്നാൽ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കാനും അവർക്ക് സമയം നൽകാനുമുള്ള സാമാന്യ മര്യാദ ഒരു സർക്കാർ കാണിക്കേണ്ടതാണ്. ഇന്ന് കേരളത്തിലെ മന്ത്രിമാരിൽ ഏറ്റവും സീനിയർ മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി. ഒരു കാലത്ത് പ്രതിപക്ഷ ബെഞ്ചുകളിൽ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളാണ് ഇന്നും കേരളത്തിൽ UDFനെ പ്രതിക്കൂട്ടിലാക്കുന്നത്. ബ്രഹ്മപുരമായാലും UAB ബീരാൻ്റെ ഇരുമ്പരി കേസായാലും പോമോയിൽ കേസായാലും അങ്ങനെ കേരളത്തിൽ ഒച്ചപ്പാടുയർത്തിയ UDF മന്ത്രിമാരുടെ രാജിക്ക് വഴിവെച്ച ഒരുപാട് അഴിമതി ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവന്ന VSനോടൊപ്പം VSൻ്റെ ഒരു നിഴലായി എന്നും കൂടെ ഉണ്ടായിരുന്ന കെ കൃഷ്ണൻകുട്ടി രണ്ടാം വട്ടം മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് വൈദ്യുതി വകുപ്പാണ്. അപ്പോൾ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പഴയ കാര്യങ്ങളൊക്കെ മറക്കുകയാണോ? ജനപക്ഷത്ത് നിന്നുകൊണ്ട് മുല്ലപ്പെരിയാറിന് വേണ്ടിയും പറമ്പുകുളത്തിന് വേണ്ടിയുമെല്ലാം ഉറക്കമൊഴിച്ച് ചർച്ചകളും അതിൻ്റെ പിന്നാലെ സമരങ്ങളും ഒക്കെ നടത്തിയ VSൻ്റെ ഒരു പ്രതിപുരുഷനായി കേരളം അംഗീകരിച്ച കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായിരിക്കുമ്പോൾ ഇത്തരമൊരു സംഭവം ഉണ്ടായത് തീർച്ചയായും ആ മന്ത്രിക്ക് ഭൂഷണമല്ല.